എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചുരിദാറിൻ്റെ ഒക്കെ കഴുത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എംബ്രോയ്ഡറി വർക്ക് നോക്കാം. ഇതിൽ പൂക്കൾ ചെയ്തിരിക്കുന്നത് ബുള്ളിയൻ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. അതിനുവേണ്ടി നടുക്ക് ആദ്യം നമുക്കൊരു ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അതിന് ചുറ്റുമായിട്ട് ബാക്കി എതളുകൾ ബുള്ളിയൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് തയ്ക്കാം. ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടതിനായിട്ട് സൂചി താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം ഇടത്തെ കൈയിലെ നൂല് സൂചിയിൽ ചുറ്റി സൂചി താഴേക്ക് ഇറക്കി വലിച്ചെടുക്കുക. അടുത്ത ബുള്ളിയൻ സ്റ്റിച്ച് ചെയ്യേണ്ടതിനായിട്ട് സൂചി വീണ്ടും മുകളിലോട്ട് വലിച്ചെടുക്കുക. ഇനി നമുക്ക് എത്ര നീളമുള്ള ബുള്ളിയൻ സ്റ്റിച്ചാണോ ചെയ്യേണ്ടത് അത്രയും ഡിസ്റ്റൻസ് വിട്ട് സൂചി താഴോട്ട് എടുക്കുക. അതിനുശേഷം നേരത്തെ നൂല് വലിച്ചെടുത്തില്ലേ അതിനടുത്ത് വെച്ച് സൂചി മുകളിലോട്ട് എടുക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് സൂചിയിൽ നൂല് ചുറ്റുക. നമുക്ക് എത്ര നീളമുള്ള സ്റ്റിച്ചാണോ വേണ്ടത് അതിനനുസരിച്ച് നൂല് ചുറ്റണം. അതിനുശേഷം ഇടത്തെ കൈ കൊണ്ട് ആ ചുറ്റിയത് പിടിച്ച് സൂചി വലിച്ചെടുക്കുക. അതിനകത്തേക്കൂടെ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നൂലുകൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുന്നത് ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക വലിച്ചെടുത്തതിന് ശേഷം. എന്നിട്ട് അത് താഴോട്ട് താഴ്ത്തി സൂചി ആ ചുറ്റിയതിൻ്റെ ഏറ്റവും അറ്റത്ത് വെച്ച് താഴോട്ടെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് നമുക്ക് തുണിയിലോട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഫ്രഞ്ച് നോട്ടിന് ചുറ്റും 3 എതളുകളാണ് ഞാൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി നോക്കാം. സൂചി താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചെടുക്കുക. എത്ര ഡിസ്റ്റൻസിലാണോ ബുള്ളിയൻ നോട്ട് വേണ്ടത് അത്രയും ഡിസ്റ്റൻസ് വിട്ട് സൂചി താഴേക്കെടുത്ത് നേരത്തെ നൂല് വലിച്ചെടുത്തതിന് അടുത്തായിട്ട് മുകളിലോട്ട് എടുക്കുക. അതിനുശേഷം നൂല് സൂചിയിൽ ചുറ്റുക. സൂക്ഷിച്ച് സൂചി പിന്നെ അതിനകത്തേക്കൂടെ വലിച്ചെടുക്കുക. അടുത്തത് നമുക്ക് ഇലകൾ ചെയ്യാം. ഇലകൾ ചെയ്യേണ്ടതിനായിട്ട് സൂചി താഴെ നിന്ന് മുകളിലോട്ട് വലിച്ചെടുക്കുക. അതിനുശേഷം സൂചി വീണ്ടും വലിച്ചെടുത്തതിന് ഏറ്റവും അടുത്തായിട്ട് തന്നെ താഴോട്ട് കുത്തി എത്ര നീളത്തിലുള്ള ഇലയാണോ തയ്ക്കേണ്ടത് അത്രയും ഡിസ്റ്റൻസ് കഴിഞ്ഞ് മുകളിലോട്ട് പൊക്കുക. അതിനുശേഷം നൂല് സൂചിയുടെ താഴേക്കൂടെ വലിച്ചെടുക്കുക. ആ നൂലിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെ സൂചി താഴോട്ട് കുത്തുക. ഞാനിവിടെ 3 എതള് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കാരണം ഞാൻ വീണ്ടും അടുത്ത എതള് ചെയ്യേണ്ടതിനായിട്ട് സൂചി മുകളിലോട്ട് വലിച്ചെടുത്തു. അതിൻ്റെ അടുത്ത് തന്നെ വീണ്ടും സൂചി താഴോട്ട് താഴ്ത്തി ഇല തയ്ക്കുക. ഞാനിവിടെ വലിയൊരു ഇലയും അതിൻ്റെ റൈറ്റിലും ലെഫ്റ്റിലും ചെറിയ 2 ഇലകളും അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തിരിക്കുന്നത്.
ഇലകൾ തയ്ക്കുന്നതിനായിട്ട് ഞാൻ 4 സ്ട്രാൻഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സാധാരണ എംബ്രോയ്ഡറി നൂലിൽ 6 സ്ട്രാൻഡ്സ് ഉണ്ടാവും. ഞാനിപ്പോൾ അതിന് 4 സ്ട്രാൻഡ്സായിട്ട് എടുത്തിരിക്കുന്നത്. ആദ്യത്തെ ഫ്ലവർ തയ്ച്ചപ്പോൾ ബുള്ളിയൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഞാൻ 6 സ്ട്രാൻഡ്സും യൂസ് ചെയ്തായിരുന്നു. അടുത്തായിട്ട് നമുക്ക് മുത്തുകൾ തുന്നിച്ചേർക്കാം. അതിനായിട്ട് സൂചി താഴെ നിന്ന് മുകളിലോട്ട് എടുക്കുക. സൂചിയിൽ മുത്ത് കോർക്കുക. അതിനുശേഷം മുത്തിൻ്റെ വീതി വിട്ടിട്ട് സൂചി താഴോട്ട് എടുക്കുക. ഞാനിവിടെ 3 മുത്തുകൾ ട്രയാങ്കിൾ ഷേപ്പിലാണ് തുന്നിച്ചേർക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ സൂചി വീണ്ടും മുകളിലോട്ട് പൊക്കി 3 മുത്തുകളും തുന്നുകയാണ്.